നമസ്കാരം. പിന്നിട്ട ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട 100 വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഫോ ന്യൂസ് ഒരുക്കുന്ന 100 ന്യൂസ് റീക്യാപ്പ് എന്ന വാർത്താ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. വാർത്തകളിലേക്ക്. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണ വയോധിക മരിച്ചു. പൂവത്തൂർ പെരിങ്ങാട് വീട്ടിൽ ശ്രീധരന്റെ ഭാര്യ 74 വയസ്സുള്ള നളിനിയാണ് മരിച്ചത്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി കുഞ്ഞിരാമൻ, കാർ യാത്രിക കൂനംമുച്ചി സ്വദേശി പുഷ്പ എന്നിവരാണ് മരിച്ചത്. കൊടകര മറ്റത്തൂർ കുന്നിൽ കോപ്പിലെ യോഹന്നാന്റെ വീട്ടിലെ CCTVയിൽ പുലിയുടേതെന്ന് കരുതുന്ന ദൃശ്യം പതിഞ്ഞു. കല്ലൂർ നെല്ലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രപ്പറമ്പിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. 8.5 അടിയോളം നീളമുള്ള പാമ്പിനെയാണ് പിടികൂടിയത്. പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു. വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ ആക്രമിച്ചത് കരടി, സ്ഥിരീകരിച്ച് വനം വകുപ്പ്. തമിഴ്നാട് വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ ആക്രമിച്ചത് പുലിയല്ല കരടിയെന്ന് സ്ഥിരീകരണം. അസം സ്വദേശി നൂറിൻ ഇസ്ലാമിനെയാണ് കരടി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. സിനിമാ തിയേറ്ററിന് മുന്നിൽ കുട്ടികൾക്ക് വിൽപ്പന നടത്താനായി സൂക്ഷിച്ച കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. അവിട്ടത്തൂർ സ്വദേശി അലങ്കാരത്ത് പറമ്പിൽ വീട്ടിൽ ജസ്വിൻ, താണിശ്ശേരി പുതുപുര വീട്ടിൽ അക്ഷയ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അമ്പലത്തിലേക്ക് പോവുകയായിരുന്ന വയോധികയുടെ സ്വർണമാല കവർന്ന പ്രതി അറസ്റ്റിൽ. കവർച്ചയ്ക്കായി ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തു. ഒറ്റപ്പാലം കടമ്പഴിപ്പുറം സ്വദേശി ആലംകുളം വീട്ടിൽ മുഹമ്മദ് അമീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലം ചളിങ്ങാട് നിന്നും രാസലഹരിയുമായി സ്റ്റേഷൻ റൌഡി പിടിയിലായി. ചളിങ്ങാട് പള്ളിനട സ്വദേശി പുന്നക്കത്തറ വീട്ടിൽ രതീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. കാലവർഷം ശക്തമായതിനെ തുടർന്ന് വിനോദസഞ്ചാരത്തിന് വിലക്കേർപ്പെടുത്തിയ പുള്ള് മനക്കുടി പാടശേഖര മേഖല വീണ്ടും സജീവമായി. ചാലക്കുടി പുഴയിൽ അധ്യാപികയുടെ മൃതദേഹം കണ്ടെത്തി. ചാലക്കുടി പുഴയിൽ പ്ലാന്റേഷൻ പള്ളിയുടെ ഭാഗത്താണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പീഡനക്കേസ് പ്രതി ഓട്ടോ ഡ്രൈവറെ വെട്ടി പരിക്കേൽപ്പിച്ചു. ചെറുതുരുത്തി പൈങ്കുളം സ്വദേശി ഉണ്ണികൃഷ്ണനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി ബാലകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി കിഫ്ബി ഫണ്ട് 1,30,00,000 രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം പുതുക്കാട് MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായി ഉൾനാടൻ മേഖലകളിൽ ഉപജീവനാർത്ഥം മത്സ്യബന്ധനം നടത്തിയ മത്സ്യ കർഷകർക്ക് ഫൈബർ ചെറുവള്ളങ്ങൾ വാങ്ങി നൽകി കൊരട്ടി ഗ്രാമപഞ്ചായത്ത്. കൊടകര സ്വദേശിനിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച 23 വയസ്സുകാരൻ പോലീസ് പിടിയിൽ. അങ്കമാലി യോർദനപുരം സ്വദേശി വടക്കുംചേരി വീട്ടിൽ അക്ഷയയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആനകൾക്കുള്ള ചികിത്സാ കേന്ദ്രം എരുമപ്പെട്ടിയിൽ യാഥാർത്ഥ്യമാകുന്നു. എരുമപ്പെട്ടി ചിറ്റണ്ടയിലാണ് ഗജ നാച്ചുറൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നത്. KSRTC പുതുക്കാട് ഡെപ്പോയിലെ ഈ ഓഫീസ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപയോളം ചെലവിലാണ് ഈ ഓഫീസ് ആക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളും വാങ്ങിച്ചിട്ടുള്ളത്. പുതുക്കാട് ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് റോഡായ നന്ദിക്കര മാപ്രാണം റോഡ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് BJP മാർച്ച്. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. സംഘർഷാവസ്ഥ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ CPM നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തിയത്. യുവാവിനെ ആക്രമിച്ച് 20,000 രൂപ വീതം വില വരുന്ന വാച്ചും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ 3 യുവാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ആനന്ദപുരം ഇടയാട്ടുമുറി സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ അനുരാജ്, കൊറ്റനെല്ലൂർ പട്ടേപ്പാടം സ്വദേശികളായ തൈപ്പറമ്പിൽ വീട്ടിൽ നിഖിൽ, വേലാംപറമ്പിൽ അബ്ദുൾ ഷാഹിദ് എന്നിവരാണ് അറസ്റ്റിലായത്.
വരന്തരപ്പിള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് വീട്ടുമതിൽ തകർന്നു. അപകടത്തിൽപ്പെട്ട കാർ കിണറിൽ വീഴാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. കാർ ഓടിച്ചിരുന്ന കോളേജ് വിദ്യാർത്ഥിയായ കല്ലൂർ സ്വദേശി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വരന്തരപ്പിള്ളി റൊട്ടിപ്പടിക്ക് സമീപമായിരുന്നു സംഭവം. പട്ടലപ്പറമ്പിൽ രുക്മിണിയുടെ വീട്ടുമതിലാണ് തകർന്നത്. ഇരിങ്ങാലക്കുട ITO ബാങ്കിന് മുന്നിൽ നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് ദമ്പതികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇരിങ്ങാലക്കുട കോമ്പാറ സ്വദേശി തെക്കനാത്ത് ഡേവിസ് ഭാര്യ താണ്ട, മക്കളായ ജിജി, ജിഷ എന്നിവരാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനവും തുടർന്ന് പൊതുയോഗവും നടത്തി. കുന്നംകുളത്ത് പന്തല്ലൂർ, ചൊവ്വന്നൂർ മേഖലകളിൽ മിന്നൽ ചുഴലി, വ്യാപക നാശനഷ്ടം. പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റ് 5 മിനിറ്റിലധികം നീണ്ടുനിന്നു. ഇതിനിടയിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിയതിൽ ടോൾ കമ്പനിയുടെ പ്രതികാര നടപടികൾ തുടങ്ങി. ടോൾ പ്ലാസയിൽ നിന്നുള്ള ആംബുലൻസ്, അറ്റകുറ്റപ്പണികൾ, ക്രെയിൻ തുടങ്ങിയ പൊതുജന സേവനങ്ങൾ ടോൾ കമ്പനി നിർത്തിവച്ചു. പെരുമ്പിളിശ്ശേരിയിൽ പണം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിയെ ആക്രമിച്ച 3 അംഗ ക്രിമിനൽ സംഘം അറസ്റ്റിൽ. മണ്ണുത്തി മുളയം സ്വദേശി പൂങ്കുന്നം വീട്ടിൽ സഫൽ ഷാ, നടത്തറ കൊഴുക്കുള്ളി സ്വദേശി മൂർഖനിക്കര വീട്ടിൽ സഞ്ജയ്, ചൊവ്വൂർ സ്വദേശി പൊന്നൂർ വീട്ടിൽ വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. ഇരിങ്ങാലക്കുടയിൽ റോങ് സൈഡിലൂടെ വന്ന ബസ് ബൈക്കിലിടിച്ച് അപകടമുണ്ടാക്കിയെന്ന പരാതിയെ തുടർന്ന് ബസും ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന മഹാദേവ എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് ഇരിങ്ങാലക്കുട പോലീസ് ഇൻസ്പെക്ടർ ഷാജൻ MS നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. കൊടകര പാറേക്കാട്ടുകരയിൽ ഓഗസ്റ്റ് 14 വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. കിടക്ക നിർമ്മാണ കമ്പനിയിലേക്ക് നിർമ്മാണ സാമഗ്രികളുമായി വന്ന ലോറിക്കാണ് തീപിടിച്ചത്. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് തീപിടിച്ചു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഓഗസ്റ്റ് 14 വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ മാളയിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ഫാസ്റ്റ് ബസിന്റെ മുൻഭാഗത്ത് നിന്നാണ് തീയും പുകയും ഉണ്ടായത്. ഫയർഫോഴ്സും പോലീസും ചേർന്ന് തീയണച്ചു. കേന്ദ്ര സർക്കാരിന്റെ വികലമായ വ്യാപാര കരാറുകൾക്കെതിരെ കേന്ദ്ര തൊഴിലാളി കർഷക ജനസഭ ചാലക്കുടി നിയോജക മണ്ഡലം സംഘടനകളുടെ സംയുക്ത പ്രക്ഷോഭം നടത്തി. കനത്ത കാറ്റിലും മഴയിലും പൂവത്തൂരിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ കുരിശുപള്ളിയുടെ മേൽക്കൂര തകർന്നു. മേൽക്കൂരയുടെ കാലുകൾ ചരിഞ്ഞ നിലയിലാണ്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിലെ നിർമ്മാണ സ്ഥലത്തേക്ക് സിമന്റുമായി വന്ന ട്രെയിലർ കാനയിലേക്ക് മറിഞ്ഞു. 40 ടൺ സിമന്റുമായി ട്രെയിലർ റോഡിൽ നിന്ന് നിർമ്മാണ സ്ഥലത്തേക്ക് കടക്കുന്നതിനിടയിൽ കാനയുടെ വശങ്ങളിലെ മണ്ണിടിഞ്ഞ് ചരിയുകയായിരുന്നു. നാട്ടുവിശേഷങ്ങളുടെ വിനിമയം ഓർമ്മയാകുന്നു. ഗ്രാമീണ തപാൽ ഓഫീസുകൾക്ക് താഴെ വീഴുന്നു. കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് ചെറിയ തപാൽ ഓഫീസുകൾ നിർത്തലാക്കുന്നത്. കൊടുങ്ങല്ലൂർ മേഖലയിൽ മാത്രം 4 തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടൽ പട്ടികയിലുണ്ട്. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ ഇന്ത്യ ഭരിക്കുന്നവർ തന്നെ ശ്രമിക്കുന്നുവെന്ന് VS സുനിൽകുമാർ. വരന്തരപ്പിള്ളിയിൽ നടന്ന യുവസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചേർപ്പിൽ മിനി ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ഒല്ലൂർ പെരുവാങ്കുളങ്ങര സ്വദേശി വെട്ടിയാടൻ വീട്ടിൽ 62 വയസ്സുള്ള പാപ്പച്ചനാണ് മരിച്ചത്. കണിമംഗലത്ത് തട്ടുകടയിൽ തീപിടുത്തം. അപകട സമയത്ത് ഔദ്യോഗിക ആവശ്യത്തിനായി അതുവഴി പോയിരുന്ന മന്ത്രി K രാജന്റെ ഇടപെടലാണ് ആളപായം ഒഴിവാക്കിയത്. CPIM കുറ്റിച്ചിറ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 2ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറ്റം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. കോർമല സ്വദേശിനി മേലേത്ത് പരേതനായ ജോണിയുടെ ഭാര്യ വത്സ താക്കോൽ ഏറ്റുവാങ്ങി. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ദേശീയ പതാക ഉയർത്താൻ ക്ഷീര കർഷക കുടുംബത്തെ ക്ഷണിച്ച് കല്ലൂർ സൗഹൃദ യുവസംഗമം. തൃക്കൂർ പഞ്ചായത്തിലെ മികച്ച കർഷകനായ അടാട്ട് വീട്ടിൽ സജീവന്റെ കുടുംബത്തെയാണ് കല്ലൂർ സൗഹൃദ യുവസംഗമ പ്രവർത്തകർ ക്ഷണിച്ചത്. തൃക്കൂർ ആദൂരിൽ വീട്ടുകാർ സിനിമയ്ക്ക് പോയ സമയത്ത് വീടിന്റെ വാതിൽ പൊളിച്ച് 5.5 ലക്ഷം രൂപ കവർന്നു. ആദൂർ തൃശൂർക്കാരൻ ജോയിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയ ആന ഇടഞ്ഞു. കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കയ്പമംഗലം 3 പീടികയിൽ പലചരക്ക് കട കുത്തിത്തുറന്ന മോഷണ ശ്രമം. അറവുശാല പെട്രോൾ പമ്പിന് സമീപം ഖാദർ സ്റ്റോഴ്സാണ് കുത്തിത്തുറന്നത്.
മാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധി ശരിവച്ച് സുപ്രീം കോടതി. 150 രൂപ ടോൾ മുടക്കി എന്തിനാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ജനങ്ങൾ യാത്ര ചെയ്യേണ്ടതെന്ന് കോടതി ചോദിച്ചു. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും തെറിച്ചു വീണ യുവാവിന് ഗുരുതര പരിക്ക്. ഏങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം. തൃശൂർ, നെല്ലിക്കുന്ന്, രാമവർമ്മപുരം എന്നിവിടങ്ങളിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവുശാലകൾ കണ്ടെത്തി ഭക്ഷ്യയോഗ്യമല്ലാത്ത മാംസം പിടിച്ചെടുത്തു. പുതുക്കാട് ദേശീയപാതയുടെ സർവീസ് റോഡിൽ ട്രെയിലർ ലോറി മറിഞ്ഞ് അപകടം. ഓഗസ്റ്റ് 19 ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു ലോറിയിലേക്കാണ് അപകടത്തിൽപ്പെട്ട ലോറി മറിഞ്ഞത്. വിദ്യാർത്ഥികൾ പോകുന്ന സമയത്ത് പാലപ്പിള്ളി പിള്ളത്തോട് പാലത്തിനോട് ചേർന്ന റോഡ് ക്രോസ് ചെയ്ത് നിരവധി കാട്ടാനകൾ. പിള്ളത്തോട് പാലത്തിനോട് ചേർന്നാണ് കാട്ടാനക്കൂട്ടം ഭീതി പരത്തിയത്. തൃശൂർ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത കോടതി ഇടപെട്ടിട്ടും കുഴികൾ അടയ്ക്കാതെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കരാർ കമ്പനിയും. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് പരാതി. ചുവന്നമണ്ണ് മേലേച്ചിറ സ്വദേശി മേക്കര വീട്ടിൽ വിനോദ് കുമാറാണ് ഡിഎംഒയ്ക്ക് പരാതി നൽകിയത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് യുവാവ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി. കൈവിരലുകൾക്ക് മാരകമായ മുറിവുണ്ടായിട്ടും വിദഗ്ധ ചികിത്സ നിർദ്ദേശിച്ചില്ലെന്ന് ആരോപിച്ചാണ് വെണ്ണിക്കുളങ്ങര കോടാലി സ്വദേശി ചക്കാലക്കൽ ബാബു പരാതി നൽകിയത്. ബലാത്സംഗ കേസ് റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി നടപടി. വെള്ളിക്കുളങ്ങര ചൊക്കന ഹാരിസൺ എസ്റ്റേറ്റിലെ മാനേജറുടെ ബംഗ്ലാവിന് നേരെ കാട്ടാനയുടെ ആക്രമണം. ബംഗ്ലാവിന് പുറകിലെ അടുക്കളയുടെ ഭിത്തിയിലുള്ള ഗ്രില്ല് തകർത്ത കാട്ടാന അടുക്കളയ്ക്കുള്ളിലുണ്ടായിരുന്ന സാധന സാമഗ്രികൾ വലിച്ച് പുറത്തിട്ടു. കൊടുങ്ങല്ലൂർ അഴീക്കോട് മത്സ്യബന്ധന വള്ളം മറിഞ്ഞു. അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ജീലാനി എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടി പുഴയിൽ വീണ് അവിട്ടത്തൂർ സ്വദേശി മരിച്ചു. വെള്ളാങ്കല്ലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ജോയ് മാളിയേക്കലാണ് മരിച്ചത്. അക്കിക്കാവ് കുന്നുംകുളം റോഡിൽ ദുരിതയാത്ര. കുണ്ടും കുഴിയും സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലും ജനത്തെ വലയ്ക്കുന്നു. സംസ്ഥാന പാതയിൽ പാറയംപാടത്ത് റോഡ് പണി ഇഴയുന്നതാണ് ദുരിതത്തിന് കാരണം. അഴിമതിരഹിത സംശുദ്ധ ഭരണം തുടരട്ടെ എന്ന മുദ്രാവാക്യവുമായി സിപിഐഎം പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന വികസന മുന്നേറ്റ കാൽനട ജാഥ ആരംഭിച്ചു. മുളയം സെന്ററിൽ വെച്ച് സിപിഐഎം ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുടയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ചു. ദൃശ്യങ്ങൾ പുറത്ത്. ബസ്സിന് കാർ സൈഡ് നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് എത്തിച്ചത്. ശില്പി ബസ്സിലെ ഡ്രൈവറായ വെള്ളാങ്കല്ലൂർ സ്വദേശി പ്രിൻസിനാണ് മർദ്ദനമേറ്റത്. പെരിഞ്ഞനത്ത് ദേശീയപാതയിൽ ചരക്ക് ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പിന്നിലിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. പഞ്ചായത്ത് ഓഫീസിന് സമീപം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3:30യോടെയാണ് അപകടമുണ്ടായത്. പെരിഞ്ഞനത്തെ കടയിലേക്ക് ടൈൽസുമായി വന്ന കണ്ടെയ്നർ ലോറിക്ക് പിന്നിൽ കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് വന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. എടക്കഴിയൂരിൽ സാധനങ്ങൾ വാങ്ങിക്കുവാൻ എന്ന വ്യാജേന കടയിലെത്തി 33,000 രൂപ കവർന്നു. പോത്തേഴത്ത് ഷിജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടയിലാണ് മോഷണം നടന്നത്. മുകുന്ദപുരം താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് നാഥനില്ലാതായിട്ട് 9 മാസം. നേരത്തെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് രജിസ്ട്രാർ ജോലിക്കയറ്റം കിട്ടിപ്പോയതോടെ വന്ന ഒഴിവ് ഇതുവരെയും നികത്തിയിട്ടില്ല. തൃശൂർ പാലക്കൽ സെന്ററിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന വേദൻ ബസും തൃശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന ശില്പി ബസുമാണ് അപകടത്തിൽപ്പെട്ടത്. കൗതുകവും വേദനയും നിറച്ച ഇരട്ടത്തലയുള്ള പശുക്കുട്ടി. നാട്ടിക SN കോളേജിന് കിഴക്ക് ചിരിയാട്ട് ഗണേശന്റെ വീട്ടിലെ പശുവിന്റെ 2ാം പ്രസവത്തിലാണ് ഇരട്ടത്തലയുള്ള പശുക്കുട്ടി പിറന്നത്. എരുമ വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. കൈപ്പമംഗലം കൂരിക്കുഴിയിലാണ് വിരണ്ടോടിയ എരുമ നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഇനി മുതൽ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക OP കൗണ്ടർ. സെപ്റ്റംബർ 1 മുതലാണ് ഇത് നിലവിൽ വരിക.
അടിത്തട്ടിലെ പാറയും കടൽ മാക്രിയും വില്ലന്മാരാകുന്നു. വലയും തൊഴിലും നഷ്ടപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്ന പല വള്ളങ്ങൾക്കും വല നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. അടച്ചുപൂട്ടിയ അളഗപ്പ NTC മിൽ തുറന്ന് പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ മാനേജ്മെന്റ് ജീവനക്കാരെ തടഞ്ഞു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. CPIM കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ വികസന മുന്നേറ്റ ജാഥ നടത്തി. ഓഗസ്റ്റ് 20, 21, 22 തീയതികളിൽ കൊടകര പഞ്ചായത്തിലാണ് ജാഥ നടത്തിയത്. ചാലക്കുടി മൂഞ്ഞേലിയിൽ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്ന 1 കിലോ കഞ്ചാവുമായി കൊല്ലം മാങ്കോട് സ്വദേശി 44 വയസ്സുള്ള പ്രസന്നനെ ചാലക്കുടി എക്സൈസ് പിടികൂടി. ഊരകത്ത് വീട്ടിൽ കയറി യുവാവിനെ ആക്രമിച്ച് അലമാരയിൽ നിന്ന് 80,000 രൂപ കവർന്ന കേസിൽ ഒരാൾ കൂടി പോലീസ് പിടിയിലായി. ഊരകം ചെറിയപാലം വെളിയത്ത് വീട്ടിൽ കണ്ണനാണ് അറസ്റ്റിലായത്. കാർ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. കൊറ്റനല്ലൂർ കുതിരത്തടം സ്വദേശി വേലംപറമ്പിൽ അബ്ദുൾ ഷാഹിദ്, പട്ടേപ്പാടം തൈപ്പറമ്പിൽ നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ശോചനീയാവസ്ഥയിലായ എറവ് മൃഗാശുപത്രിയിൽ ഭീതിയോടെ ജോലി ചെയ്യേണ്ട ഗതികേടിലാണ് ഡോക്ടർ അടക്കമുള്ള 4 വനിതകൾ. മൃഗാശുപത്രിയുടെ പല ഭാഗങ്ങളും തകർന്ന നിലയിലാണ്. ഇടയ്ക്കിടെ കയറി വരുന്ന പാമ്പുകളെ പേടിച്ചാണ് ഇവർ ജോലി ചെയ്യുന്നത്. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തിലെ അഴിമതി ദുർഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CPI അളഗപ്പ നഗർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു. CPI പുതുക്കാട് നിയോജക മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ നിരോധനം സെപ്റ്റംബർ 9 വരെ ഹൈക്കോടതി നീട്ടി. ദേശീയപാത ഗതാഗത യോഗ്യമാകാത്തതിനെ തുടർന്നാണ് ടോൾ നിരോധനം നീട്ടിയത്. തൃശൂരിൽ നായിയെ സ്കൂട്ടറിന് പിന്നിൽ കെട്ടിവലിച്ച് കൊടും ക്രൂരത. നാട്ടുകാർ തടഞ്ഞു നിർത്തി. വണ്ടി ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട യുവാവ്. ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായില്ല. ദേശീയപാത സൈറ്റ് എഞ്ചിനീയറെ ജനപ്രതിനിധികൾ ചേർന്ന് ചാലക്കുടിയിൽ തടഞ്ഞുവെച്ചു. പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിലാണ് സൈറ്റ് എഞ്ചിനീയർ അമലിനെ തടഞ്ഞുവെച്ചത്. ചാലക്കുടി വെട്ടുകടവ് കപ്പേളയുടെ നേർച്ചപ്പെട്ടി കുത്തിത്തുറന്ന് മോഷണം. കപ്പേളയുടെ മുൻഭാഗത്തുള്ള ഭണ്ഡാരത്തിന്റെ താഴെ പൊളിച്ചുമാറ്റിയാണ് പണം കവർന്നിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നയാൾ വധശ്രമ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പിലാണ് PCC നിർബന്ധമാക്കിയത്. എരുമപ്പെട്ടി പാടിയോട്ടുമുറി കുടക്കുടിയിൽ അപൂർവ ഇനത്തിൽപ്പെട്ട നിശാശലഭത്തെ കണ്ടെത്തി. പന്തളത്ത് പ്രസാദിന്റെ വീട്ടുമുറ്റത്തുള്ള പാലമരത്തിലാണ് ശലഭത്തെ കണ്ടത്. അറ്റ്ലസ് മോത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലുപ്പമുള്ള 2 ഇനം ശലഭങ്ങളിൽ ഒന്നാണിത്. നിയന്ത്രണം വിട്ട ടോറസ് ലോറി പാടത്തേക്ക് മറിഞ്ഞു. ഷൊർണൂരിൽ നിന്ന് തൃശൂരിലേക്ക് കല്ല് കയറ്റിപ്പോയ ടോറസ് ലോറിയാണ് മുള്ളൂർക്കര മാർക്കറ്റിന് സമീപം പാടത്തേക്ക് തലകീഴായി മറിഞ്ഞത്. ചാവക്കാട് തെക്കേ ബൈപ്പാസിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ച് പാടത്തേക്ക് ചെരിഞ്ഞു. വയലത്തൂരിൽ നിന്നും വരികയായിരുന്ന കാറാണ് മറിഞ്ഞത്. ഇരുട്ടിൽ ദിശ മനസ്സിലാകാതെ നിയന്ത്രണം വിട്ടതാണ് വാഹനം മറിയാൻ കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണ സമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ ലഭിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് 3200 രൂപ വീതം ലഭിച്ചത്. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ടിപ്പു സുൽത്താൻ റോഡ് പൂർണ്ണമായും തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. റോഡിലുണ്ടായിരുന്ന കുഴികളിൽ വെള്ളക്കെട്ട് പതിവായതോടെയാണ് റോഡ് തകരാൻ തുടങ്ങിയത്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലെത്തും. മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനയുടെ ഫുട്ബോൾ ടീം കേരളത്തിൽ എത്തുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് റിയാലിറ്റി ഷോ താരവും ഫാഷൻ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫറിനെതിരെ പരാതി.
യുവതിയെ കയ്യിൽ കയറിപ്പിടിച്ച് മാനഹാനി വരുത്തിയ കേസിലെ പ്രതി കല്ലൂർ മതുക്കുന്ന് സ്വദേശി അറക്കൽ വീട്ടിൽ സലീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ മറ്റത്തൂർ സ്വദേശി അറസ്റ്റിൽ. മറ്റത്തൂർ കൊരേച്ചാൽ കൈക്കുളങ്ങര വീട്ടിൽ സുഹാസിനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിരപ്പിള്ളി കണ്ണൻകുടിയിലെ റിസോർട്ടിൽ കാട്ടാന ആക്രമണം. ഷിഹീം റിസോർട്ടിലാണ് ശനിയാഴ്ച രാവിലെ കാട്ടാനകൾ എത്തിയത്. ശ്രീനാരായണപുരത്ത് ക്ഷേത്ര ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കൊരട്ടി തിരുമുടിക്കുന്ന് സ്വദേശി മരോട്ടിക്കുടി വീട്ടിൽ ഷിൻഡോയെയാണ് ചാലക്കുടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. അരിമ്പൂർ ഇറവിൽ പച്ചക്കറി കടയിൽ മോഷണം. കടയിൽ സൂക്ഷിച്ചിരുന്ന 9,000 രൂപ മോഷ്ടാവ് കവർന്നു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കരുവാൻ വളവിൽ മുടിയൻസ് എന്ന കടയിലാണ് മോഷണം നടന്നത്. നാഷണൽ ഹൈവേ 544-ൽ ആമ്പലൂർ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി സംയുക്ത പരിശോധന സംഘടിപ്പിച്ചു. അടിയന്തരമായി സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും ഹെവി വെഹിക്കിൾസ് വഴിതിരിച്ചു വിടുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും PD അറിയിച്ചു. അകലാട് ബദർ പള്ളിക്ക് സമീപം ദേശീയപാതയിൽ പാലം പണി നടക്കുന്നിടത്ത് വലിയ സ്ലാബ് വീണു. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. ടാർവീപ്പയിൽ കുടുങ്ങിയ നായ്ക്കുട്ടിക്ക് രക്ഷകരായി ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാസേന. ഉദ്ദേശം 3 മാസം പ്രായമുള്ള നായ്ക്കുട്ടി അബദ്ധവശാൽ തുറന്നു കിടന്ന ടാർവീപ്പയ്ക്കുള്ളിൽ 2 ദിവസമായി അകപ്പെട്ട് കിടക്കുകയായിരുന്നു. പെരുമ്പിളിശ്ശേരിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ബൈക്ക് യാത്രികനായ സുനിലിനാണ് പരിക്കേറ്റത്. ഓഗസ്റ്റ് 24 ഞായറാഴ്ച ഉച്ചയോടെ പെരുമ്പിളിശ്ശേരി സെന്ററിന് സമീപമായിരുന്നു അപകടം. അത്തം വിളിപ്പുറത്ത് നിൽക്കുമ്പോൾ പൂവിപണിയിൽ ഇനി തിരക്കേറുന്നു. മറുനാടൻ പൂക്കളുടെ കുത്തൊഴുക്കിലും നാട്ടിൽ ചെണ്ടുമല്ലി കൃഷിയിൽ 100 മേനി സ്വന്തമാക്കിയിരിക്കുകയാണ് കഴിമ്പ്രം പാട്ടുകുളങ്ങര നരിക്കുടിപ്പറമ്പിൽ അബ്ദുൾ സലീമിന്റെ മകൾ സുമയ്യ. പൊലിമ പുതുക്കാട് 7ാം ഘട്ടം വിളവെടുപ്പ് ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ ചിറ്റിശ്ശേരിയിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഒരുക്കിയ മെഗാ ഓണസദ്യ രുചിയുടെ വിസ്മയമായി. 399 വിഭവങ്ങളാണ് മെഗാ ഓണസദ്യയിൽ വിളമ്പിയത്. ശരീരത്തിലൂടെ ലോറിയുടെ ടയർ കയറിയിറങ്ങി ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കയ്പമംഗലം സ്വദേശി കളപ്പുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ 32 വയസ്സുള്ള ഐശ്വര്യയാണ് മരിച്ചത്. അത്തം പിറന്നതോടെ ഓണനാളുകളിലേക്ക് മിഴി തുറന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിലും ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരനടയിൽ ഭീമൻ അത്തപ്പൂക്കളമൊരുക്കി. തൃശൂർ പട്ടിക്കാട് അടിപ്പാതയ്ക്ക് മുകളിൽ പിക്കപ്പ് വാനിന് പിറകിൽ മറ്റൊരു വാഹനമിടിച്ച് അപകടം. ഡ്രൈവർ വാഹനത്തിൽ കുടുങ്ങിയത് 1 മണിക്കൂറോളം. തമിഴ്നാട് മേട്ടുപ്പാളയത്തിൽ നിന്നും തേങ്ങ കയറ്റി എറണാകുളത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. വരന്തരപ്പിള്ളിയിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 പ്രതികൾ പിടിയിൽ. വരന്തരപ്പിള്ളി വടക്കുമുറി സ്വദേശികളും സഹോദരങ്ങളുമായ പട്ടേപ്പാടൻ വീട്ടിൽ അഭിജിത്ത്, അഭിഷേക്, വരന്തരപ്പിള്ളി കോരനൊടി സ്വദേശി ചാക്കോരി വീട്ടിൽ അനീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 5 വർഷമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന ആളൂരിൽ പോക്സോ കേസ് പ്രതിയായ തമിഴ്നാട് സ്വദേശിയെ ചെന്നൈയിൽ നിന്ന് പിടികൂടി. 2019-ൽ അവിട്ടത്തൂരിലുള്ള വാടക വീട്ടിൽ വെച്ച് ഭാര്യയുടെ ആദ്യ വിവാഹത്തിലുള്ള 16 വയസ്സുള്ള പെൺകുട്ടിയെ പലതവണ ലൈംഗികമായി ഉപദ്രവിച്ചതാണ് കേസ്. ഇതോടെ ഇന്നത്തെ ന്യൂസ് റീക്യാപ്പ് അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.